എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പൊറിഞ്ചു വെളിയത്ത് ലാസ്റ്റ് ക്വാർട്ടറിൽ ഒരു ഓഹരി ഹോൾഡിങ്സ് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഓഹരിയുടെ ഡീറ്റെയിലിലേക്ക് പോവാം. ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്, ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. അതായത് ഇതിൻ്റെ പ്രയോജനം എന്തെന്ന് വെച്ചാൽ NSE അറിയാലോ, ഇഷ്ടംപോലെ 2000-ഓളം ഷെയർസ് ഉണ്ട്. അതിൽ നിന്ന് നല്ല ഓഹരികൾ നമ്മൾ പിക്ക് ചെയ്യണം, അവിടെയാണ് നമ്മൾ വിജയം. അപ്പോൾ ടെക്നിക്കൽ ഫണ്ടമെൻ്റൽ എല്ലാം നല്ല രീതിയിൽ അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ഉപകാരപ്രദമായിരിക്കും. കാരണം പൊറിഞ്ചു മേടിച്ചിട്ടുണ്ട്, ഒപ്പം അവരുടേതായ അനലൈസ് ചെയ്തിട്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഓഹരികൾ ഒരു വാച്ച് ലിസ്റ്റിൽ ഇടാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നമ്മുടെ പ്രശസ്തമായ ഒരു നിക്ഷേപകനാണ് പൊറിഞ്ചു വെളിയത്ത്. പൊറിഞ്ചുവിനെ കുറിച്ച് അറിയാലോ, പണ്ട് സാധാരണ നിലയിൽ വളർന്നു വന്ന് ഇപ്പോൾ നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പൊറിഞ്ചു വെളിയത്ത്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ഓഹരി ആണ് ടാൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഏതാനും ക്വാർട്ടറിലായി അദ്ദേഹം നിക്ഷേപം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണിത്. അതുകൂടാതെ സെപ്റ്റംബറിലൊക്കെ ഇത് നല്ല ഒരു ബിസിനസ് പ്രകടനമാണ് ഈ ഓഹരി കാഴ്ച. അതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് ഫണ്ടമെൻ്റൽ വെച്ച് നോക്കുമ്പോൾ പോവാം. കേരളത്തിലെ പ്രമുഖനായ ഒരു നിക്ഷേപകനാണ് പൊറിഞ്ചു വെളിയത്ത്. പല മൾട്ടിബാഗർ ഓഹരികളും നേരത്തെ തന്നെ കണ്ടെത്തി നേട്ടം കൊയ്ത ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എല്ലാ ഓഹരികളും അങ്ങനെയല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ചില ഓഹരികൾ പൊറിഞ്ചുവിനും കൈപൊള്ളിയിട്ടുണ്ട്. പൊറിഞ്ചു വെളിയത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെട്ട ഒരു ഓഹരിയാണ് ഈ ടാലൻ്റ്. കഴിഞ്ഞ ഒരു മാസത്തിൽ ഈ ഓഹരി ഏകദേശം 14% കൂടുതൽ ഒരു റിട്ടേണാണ് നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. അതുകൂടാതെ ഇത് BSE മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. ഏവിയേഷൻ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. 2014 ബാംഗ്ലൂരിൽ ഈ കമ്പനി സ്ഥാപനമായത്. എയർക്രാഫ്റ്റ് ചാർട്ടർ സേവനങ്ങളാണ് കമ്പനി നൽകി വരുന്നത്. ടനേജ എയറോസ്പേസ് ആൻഡ് ഏവിയേഷൻ ലിമിറ്റഡിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ് ഇത്. പൊറിഞ്ചു ഏകദേശം 2024 സെപ്റ്റംബറിൽ നമുക്ക് ഡാറ്റ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ 1.7% ഓഹരികളുടെ പൊറിഞ്ചിനുള്ളത്. ആകെ 15.8 കോടിക്ക് അടുത്ത് മൂല്യമുള്ള 52,500 ഓഹരികളാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത്. 2024 മാർച്ച് ക്വാർട്ടറിൽ അദ്ദേഹം ഈ ഓഹരിയിൽ ആദ്യമായിട്ട് നിക്ഷേപം നടത്തുന്നത്. ആ സമയത്ത് 1.1% ഓഹരി പങ്കാളിത്തമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 2024 ജൂൺ പാദമായപ്പോൾ അത് 1.3% എന്ന തോതിൽ അദ്ദേഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2024 സെപ്റ്റംബറിൽ അദ്ദേഹം അതായത് 0.4% പങ്കാളിത്തം കൂടിയിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ടോട്ടൽ 1.7% എന്ന നിലയിലേക്ക് ഇപ്പോൾ ഓഹരി പങ്കാളിത്തം ഉയർത്താൻ കഴിഞ്ഞത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയയിൽ പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഡാറ്റയാണ്. കണ്ട, മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 935 കോടി, പ്രൈസ് ഏകദേശം 3002 രൂപയാണ് ലാസ്റ്റ് ട്രേഡ് ചെയ്യുന്നതിൽ അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ്. മാർക്കറ്റ് ക്യാപ്പ് 935 കോടിയുള്ളൂ. സ്റ്റോക്ക് P 21.8 ROC 31 ROE 23 ഉണ്ട്. അപ്പോൾ ROC വെരി ഗുഡാണ്. സ്റ്റോക്ക് P അത്ര ഉയർന്നു നിൽക്കുന്നില്ല, ഒരു ആവറേജ് സ്റ്റോക്ക് P തന്നെയാണ്. ഇനി അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, നമുക്ക് ക്വാർട്ടറിൽ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു 12 ക്വാർട്ടറിൽ എടുത്തു കഴിഞ്ഞാൽ ഈ തൊട്ട് മുന്നിലത്തെ ക്വാർട്ടർ, അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ക്വാർട്ടറിലെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വരുമാനം ഏകദേശം 49 കോടി ഉണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. 49 വരുമാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 49 കോടി ഉണ്ട്. ഏകദേശം ഇത്രയും 49 കോടി ഇവിടെ ഒന്നും ഇല്ല ഈ 12 ക്വാർട്ടറിൽ നമ്മൾ എടുത്തത്. അതുകൂടാതെ തൊട്ട് മുന്നിലത്തെ ക്വാർട്ടറിൽ നമുക്ക് എടുത്തു ജൂൺ 24, അപ്പോൾ 48 ഉള്ളൂ. അതുകൂടാതെ ഇയർ ഓൺ ഇയർ, അതായത് തൊട്ട് കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ ഇത്
2024 സെപ്റ്റംബർ ക്വാർട്ടർ നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് 2023 സെപ്റ്റംബർ ക്വാർട്ടറിൽ. അപ്പോൾ 48 കോടി ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ഉയർച്ച ഉണ്ടായിട്ട്. അതുകൂടാതെ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ നോക്കിയാലും അറിയാം, 2023 സെപ്റ്റംബറിൽ 11 കോടി പ്രോഫിറ്റ് ഉണ്ടായത് ഇപ്പോൾ 15 കോടിയായിട്ട് വളർന്നു. അതുകൂടാതെ ഇതിന് തൊട്ട് മുന്നത്തെ, അതായത് ജൂൺ ക്വാർട്ടറിൽ 11 ഉണ്ടായത് ഇപ്പോൾ 15 ആയിട്ടുണ്ട്. അതും ഒക്കെ നല്ലതാണ് നമുക്കൊരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. അതുകൂടാതെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഏകദേശം 50.98 ഏകദേശം 51% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി നമുക്ക് ഒരു കുഴപ്പമില്ല, ഒരു എബവ് ആവറേജ് ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ടെക്നിക്കൽ പാരാമീറ്റേഴ്സിൽ ചാർട്ട് നമ്മൾ വെച്ച് നോക്കിയാൽ നമ്മൾ ഒരു വീക്കിലി ചാർട്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ ഇതിന് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ വീക്കിലി ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കാണാൻ കഴിയുന്ന ഏകദേശം 3300-നും ഏകദേശം 3350-നും നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇതിന്. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് 3300-നും. അതുകൂടാതെ ഇതിൻ്റെ ഒരു സപ്പോർട്ട് സോൺ വരുന്നത് ഏകദേശം 2450, 2470 ആ സോണാണ് ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. നമുക്കിതിവിടെ ഒന്ന് മാർക്ക് ചെയ്തുകൊണ്ട് ഈ സോണാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് സോൺ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതിനിടയിൽ. കാരണം നേരെ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, നേരെ അവിടെ ടച്ച് ചെയ്തു, വീണ്ടും നമ്മൾ ഈ പറഞ്ഞ 2400 ആ റേഞ്ചിൽ ടച്ച് ചെയ്തു. അതുകൂടാതെ മുകളിൽ ഈ റേഞ്ചിൽ തന്നെ ടച്ച് ചെയ്തു, വീണ്ടും ഇവിടെ ടച്ച് ചെയ്തു, വീണ്ടും ഇവിടെ മുകളിലെത്തുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും പറയാനായില്ല, അവിടെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ പുൾബാക്കും വന്നുകൂടായില്ല. അപ്പോൾ ഈ ലെവൽസ് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിന് മുകളിൽ നമുക്കൊരു ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ടാണ്, പൊറിഞ്ചുവിനെ സംബന്ധിച്ച് അല്ല പറയുന്നത്, പൊറിഞ്ചു ഇത് ഓൾറെഡി ഹോൾഡ് കൂട്ടിക്കൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ചാണ്, നമ്മൾ ചെറിയ നിക്ഷേപകരാണല്ലോ. അപ്പോൾ അവർ പൊറിഞ്ചുമൊക്കെ എന്ന് വെച്ചാൽ വളരെ ചിലപ്പോൾ ഇത് പെട്ടെന്ന് വിറ്റുമാറും. എന്താണ് അവരുടെ സ്ട്രാറ്റജി എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയില്ല വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ. ചിലപ്പോൾ അത് കാലങ്ങളോളം അവർ കയ്യിൽ വയ്ക്കും, ചിലപ്പോൾ അത് പെട്ടെന്ന് അവർ ഫണ്ട് അലോക്കേഷന് വേണ്ടി ചിലപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ മേടിച്ചിടുന്നതായിരിക്കും. നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ലെവൽ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബയോ ഓപ്പർച്യൂണിറ്റി ലോങ് ടേമിലേക്ക് നമുക്ക് പരിഗണിക്കാവുന്നതാണിത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഇത്രയും വിലയും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഷെയർ ഇങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് എന്നാരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം പൊറിഞ്ചു ഇത്രയും ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ എല്ലാം നോക്കി മേടിച്ച പൊറിഞ്ചു ആണ്. പിന്നെ നീ എന്തിന് ഇതിന് അഭിപ്രായം പറയുന്നു എന്നാരും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റേതായ വ്യൂവിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റോക്കിനെ കുറിച്ച് എൻ്റേതായ വ്യൂവിൽ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ വ്യൂ പോയിൻ്റ് ആയിരിക്കാം. ഓരോ സ്റ്റോക്കിനെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോ വ്യൂ പോയിൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത്രയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൻ തീരുമാനിച്ച കാര്യങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.